പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ കുടുംബവൃക്ഷത്തിലുള്ള എല്ലാ കടങ്ങളും എടുത്തു മാറ്റിക്കൊണ്ട് കടങ്ങളുടെ പൊറുതിക്കായി പ്രാർത്ഥിക്കുവാനും ആ വലിയ പൊറുതി നേടിയെടുക്കുവാനും വേണ്ടി അങ്ങ് ഞങ്ങളെ പ്രത്യേകമാവിധം വിളിച്ചിരിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ കർത്താവേ, ഞങ്ങളുടെ കുടുംബവൃക്ഷത്തിന്റെ മേലുള്ള എല്ലാ കടങ്ങളും ഇളവ് ചെയ്തുകൊണ്ട് ഞങ്ങളോട്, ഞങ്ങളുടെ കുടുംബവൃക്ഷത്തോടും ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മക്കളോട് പ്രത്യേകിച്ചും വലിയ കരുണയായിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പൂർവികരെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, എല്ലാ പ്രമാണ ലംഘനത്തിലൂടെയും അങ്ങയുടെ തിരുഹിതത്തിന് വിരുദ്ധമായ പ്രവൃത്തിയിലൂടെയും അവരുടെ ആത്മാക്കളിലേക്ക് വന്നിരിക്കുന്ന എല്ലാ പാപത്തിന്റെ മാലിന്യങ്ങളും പാപക്കറകളും കഴുകി വെടിപ്പാക്കിക്കൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കളുടെ മേൽ കരുണ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിച്ചിരിക്കുന്നവരായ ഞങ്ങളും മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും അങ്ങയുടെ ബലിയുടെ യോഗ്യതയാൽ വിശുദ്ധീകരിക്കപ്പെട്ട് ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ജീവിക്കുവാനും വിശുദ്ധീകരിക്കപ്പെടുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മ മാതാവിന്റെ പ്രത്യേക സഹായവും യൗസപിതാവിന്റെ സാന്നിധ്യവും ഈശോയുടെ ഉണ്ണീശോയുടെ വലിയ സാന്നിധ്യവും ഒക്കെ ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, ഞങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളും ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങളും ഒക്കെ, ചെയ്തതിന്റെയും ചെയ്യാതിരുന്നതിന്റെയും കടങ്ങളൊക്കെ 10 പ്രമാണങ്ങളിലൂടെയൊക്കെ നമ്മൾ ധ്യാനിച്ച് പരിശോധിച്ച് ബലിയർപ്പിച്ച് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്നു മുതൽ നമ്മൾ മൂലപാപങ്ങളിലൂടെ നമ്മുടെ കുടുംബത്തിലേക്ക് വന്നിട്ടുള്ള കടങ്ങളുടെ മേഖലയുണ്ട്. മൂലപാപങ്ങൾ, അഹങ്കാരം, കോപം, 7 മൂലപാപങ്ങളില് ഈ 2 പാപങ്ങളെ നമ്മൾ എടുക്കുകയാണ്. അഹങ്കാരത്തിന്റെ, കോപത്തിന്റെ മേഖല. പ്രിയപ്പെട്ടവരെ, അഹങ്കരിക്കുക, ഞാനെന്ന ഭാവം, എന്റേതെന്ന ശാഠ്യം, എനിക്കെന്നുള്ള ചിന്ത, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോപം, ഭയങ്കര ദേഷ്യം, വാശി, വൈരാഗ്യം, പ്രതികാര ചിന്ത, അതുമായിട്ട് ബന്ധപ്പെട്ട പല പ്രവൃത്തികൾ, ഇത് നമ്മുടെയൊക്കെ കുടുംബത്തില് പാരമ്പര്യത്തിലൊക്കെ ഒത്തിരി കടങ്ങൾ വിളിച്ചു വരുത്തുന്ന മേഖലയാണ്. അതായത് അഹങ്കരിക്കാൻ നമുക്ക് എന്താ ഉള്ളത്? വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസ്യർക്കെഴുതിയ 1-ാം ലേഖനത്തിന്റെ 4-ാം അധ്യായം 7-ാം വചനത്തിൽ പറയുന്നുണ്ടല്ലോ, അല്ലയോ മനുഷ്യ, ദാനമല്ലാത്തതായി എന്തുകൊണ്ട് നിന്റെ ജീവിതത്തില്? എല്ലാം ദാനമെന്നിരിക്കെ എന്തുകൊണ്ട് നീ സ്വന്തം എന്ന പോലെ അഹങ്കരിക്കുന്നു? അഹങ്കാരമാണ് എല്ലാ നാശത്തിന്റെയും ആരംഭം. എപ്പോൾ അഹങ്കരിക്കാൻ തുടങ്ങുന്നുവോ, എന്താ അഹങ്കരിക്കാന്ന് പറഞ്ഞാൽ, ദൈവം വേണ്ട, ഞാനുണ്ടാക്കി, എന്റെ കഴിവ്, എന്റെ സമ്പത്ത്, എന്റെ കുടുംബം, എന്റെ ഭാര്യ, എന്റെ സൗന്ദര്യം, എന്റെ ജോലി. പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്തെല്ലാം ഉണ്ടോ അത് ദൈവത്തിന്റെ ദാനമാണ്. അഹങ്കാരം വന്നാൽ പിന്നെ ഏറ്റവും വലിയ പ്രശ്നം ഭയങ്കരമായ ദൈവിക നിന്നവരും ദൈവം വേണ്ടെന്ന് പറയാൻ തുടങ്ങും, ആരെയും ഗൗനിക്കത്തില്ല, ഞാനെന്ന ഭാവം വരും. അത് വരുമ്പോ തന്നെ ദൈവത്തിന്റെ സാന്നിധ്യം, ശക്തി നഷ്ടപ്പെടും. അത് മറ്റുള്ളവരെ നശിപ്പിക്കും. കുടുംബത്തിൽ കലഹം, അംഗീകരിക്കത്തില്ല, ഭയങ്കര കോപം, ഭയങ്കര ദേഷ്യം, ഭയങ്കര വാശി, ഇതിലേക്കൊക്കെ നയിക്കുമ്പോ ബന്ധങ്ങൾ ആകെപ്പാടെ തകർന്നു പോകും. അത് വലിയ കടമായിട്ട് കിടക്കുക നമ്മുടെ കുടുംബങ്ങളൊക്കെ. നമ്മുടെ പാരമ്പര്യത്തിൽ നോക്കുമ്പോ, നമ്മുടെ തലമുറയിലേക്ക് നോക്കുമ്പോ, നമ്മുടെ തന്നെ വ്യക്തി ജീവിതത്തിലേക്ക് നോക്കുമ്പോ ഈ അഹങ്കാരത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ പ്രവൃത്തികൾ, സ്വഭാവങ്ങള്, പ്രിയപ്പെട്ടവരെ, അനുസരിക്കാത്ത മക്കള്, അനുസരിക്കാത്ത ഭാര്യ, അനുസരിക്കാത്ത ഭർത്താവ്, അനുസരിക്കാത്ത സഹോദരങ്ങള്, അംഗീകരിക്കാത്ത ബന്ധങ്ങള്, ഇതൊക്കെ എന്തുകൊണ്ട്? സ്നേഹമില്ലാതെ പോകും, ഐക്യമില്ലാതെ പോകും. എല്ലാവരും വാശിക്കാര്, എല്ലാവരും തന്നിഷ്ടക്കാര്, അനുസരണമില്ലാത്ത അവസ്ഥയിൽ ഭയങ്കര പ്രസംഗങ്ങള്, ഒച്ചപ്പാട്, വഴക്ക്. അതിന്റെ പേരിലല്ലേ, ഈ അഹങ്കാരത്തിന്റെ പേരിലല്ലേ എളിമപ്പെടുക. എളിമ എന്ന പുണ്യം നമ്മുടെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോകുമ്പോ
പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ കുടുംബത്തിന്റെ സമ്പത്ത് നഷ്ടപ്പെടുത്തി കളയാം. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലും പാരമ്പര്യത്തിലും ഒക്കെ ഈ അഹങ്കാരത്തോടെ കുടുംബാംഗങ്ങളെ വേദനിപ്പിച്ചത്, അയൽപക്കക്കാരെ വേദനിപ്പിച്ചത്, നാട്ടുകാരെ വേദനിപ്പിച്ചത്, ഓരോ മേഖലയിലും അഹങ്കാരത്തിലൂടെ അനേക മക്കളെ മുറിവേൽപ്പിച്ചത്, അതുമായിട്ട് ബന്ധപ്പെട്ട ശാപങ്ങള്, കടങ്ങള്, ഭിന്നതകള്, വെറുപ്പുകള്, സംഭവിച്ച വിവാഹമോചനങ്ങള്, അകന്നുപോയ മക്കള്, വഴിതെറ്റിപ്പോയ മക്കള്, അഹങ്കരിച്ച് ഒത്തിരി പാപത്തിലേക്ക് പോയ മക്കള്, മദ്യം, ലഹരി, കൂട്ടുകെട്ട്, ബന്ധങ്ങൾ, അഹങ്കാരത്തിന്റെ വലിയ അവസ്ഥയിൽ നിന്ന് തകർന്ന് അടിഞ്ഞു പോയ, നാശത്തിലേക്ക് വീണു പോയ നമ്മുടെ കുടുംബത്തിന്റെ എല്ലാ മേഖലകൾക്കും വേണ്ടി പ്രിയപ്പെട്ട മക്കളെ ഇന്ന് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഈശോ നമ്മോട് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും ഒക്കെ ഒത്തിരി സംഭവിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കോപവാക്കുകൾ, കോപിക്കുമ്പോൾ പറയണ ശാപവാക്കുകൾ, കോപിക്കുമ്പോൾ പറയുന്ന ചില കാര്യങ്ങൾ, ചില എന്താ പറയാ മത്സരത്തോടു കൂടി സംസാരിക്കുമ്പോ കോപിക്കുമ്പോ അവൻ ദേഷ്യപ്പെട്ട് പറഞ്ഞതല്ലേ എന്നൊക്കെ പറയില്ലേ. കോപിക്കുമ്പോ പറയണ വാക്കുകളൊക്കെ ഒത്തിരി മുറിവേൽപ്പിച്ചിട്ടുണ്ട്. ആ മുറിവുകള് നമ്മുടെ കുടുംബ ബന്ധങ്ങളില്, നമ്മുടെ പ്രിയപ്പെട്ടവരിലൊക്കെ ആഴപ്പെട്ട ഈ മുറിവുകളൊക്കെ പിശാചിന് അവകാശം കൊടുക്കും. അതിന്റെ നിരാശ, അതിന്റെ സങ്കടം, അതിന്റെ പിറുവിറുപ്പ്, ഇതൊക്കെ പ്രിയപ്പെട്ടവരെ കടങ്ങളായിട്ട് മാറും. ഈ കടങ്ങളുടെ ഒക്കെ മേൽ പിശാചിന് അവകാശമുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് കരുണയ്ക്ക് വേണ്ടി മൂലപാപത്തിന്റെ ഈ എന്താ പറയുക അഹങ്കാരത്തിന്റെയും കോപത്തിന്റെ മേഖലയില്, നമ്മുടെ കുടുംബ പാരമ്പര്യത്തില്, നമ്മുടെ വ്യക്തി ജീവിതത്തില്, നമ്മുടെ ഈ തലമുറയിലും കഴിഞ്ഞ തലമുറകളിലും ഒക്കെ വന്നു പോയ പാപങ്ങളും വീഴ്ചകളും അതിലൂടെ പറയപ്പെട്ട വാക്കുകളും പ്രവൃത്തികളും ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. അഹങ്കാരത്തിലൂടെ നാശത്തിലേക്ക് വീണു പോയ ഒത്തിരി കാര്യങ്ങൾ. ആ കടങ്ങൾക്കൊക്കെ വേണ്ടി പൂർത്തിക്കായി പ്രാർത്ഥിക്കാം. മാത്രമല്ല ഇനിയുള്ള ജീവിതത്തില് എളിമയോടെ, സ്നേഹത്തോടെ, സൗമ്യതയോടെ, സമാധാനത്തോടെ, വലിയ ചൈതന്യത്തോടെ എളിമയിൽ വ്യാപരിക്കാൻ, അതിൽ നിന്നൊരുത്തിരുന്നൊരു കുടുംബ ബന്ധത്തില് നമ്മുടെ തലമുറ, ഇന്നത്തെ തലമുറയും വരാൻ പോകുന്ന തലമുറയും ആയിത്തീരാനൊക്കെ ഇടയാകട്ടെ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരോട് ക്ഷമിക്കാത്ത മേഖലകൾ പലർക്കും ഉണ്ട്. ഈ മേഖലയിൽ ക്ഷമിക്കാത്ത മേഖല, അതൊക്കെ ഓർത്ത് മാപ്പ് ചോദിച്ചുകൊണ്ട് നമ്മുടെ കുടുംബവൃക്ഷം സൗഖ്യം പ്രാപിക്കാനും ആത്മാക്കൾ വിശുദ്ധീകരിക്കപ്പെടാനും എളിമയോട് കൂടി സത്യം തിരിച്ചറിഞ്ഞ് എല്ലാം ദൈവദാനമാണ്, ആ ഒരു എളിമയോട് കൂടി വ്യാപരിക്കാനൊക്കെ ഇടയാകട്ടെ. അതുകൊണ്ട് ബന്ധപ്പെട്ട എല്ലാ പാപക്കടങ്ങളും എല്ലാം എടുത്തു മാറ്റി കർത്താവ് ഞങ്ങളോട്, ഞങ്ങളുടെ പൂർവികരോടും തലമുറയോടും കുടുംബത്തോടും കരുണയായിരിക്കണമെന്ന് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ ദിവ്യാന സന്നദ്ധിയില് ഈ അഭിഷേകത്തിന് വേണ്ടി നമുക്കിന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചു. നമ്മൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ, ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരണീശോയെ, അങ്ങയുടെ മക്കളായ ഞങ്ങൾക്ക് എല്ലാം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത്, കുടുംബം നൽകി, ജീവിത പങ്കാളി, മക്കള്, മാതാപിതാക്കള്, സഹോദരങ്ങള്, സമ്പത്ത്, വീട്, സൗകര്യങ്ങൾ, വിദ്യാഭ്യാസം, ഞങ്ങളുടെ കുടുംബവൃക്ഷത്തിനു വേണ്ടി അങ്ങ് ചൊരിഞ്ഞു നൽകിയ എല്ലാ കൃപകളെയും ഓർത്ത്, അനുഗ്രഹത്തെ ഓർത്ത്, സമ്പത്തിനെ ഓർത്ത്, ബന്ധങ്ങളെ ഓർത്ത്, കുടുംബാംഗങ്ങളെ ഓർത്ത്, എല്ലാ കഴിവുകളെയും ഓർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയെ, ഞങ്ങൾ ഒന്ന് ചേർന്ന് ഞങ്ങളുടെ കുടുംബവൃക്ഷത്തിന്റെ മേൽ അങ്ങ് ചൊരിഞ്ഞ കൃപകളോർത്ത് എല്ലാം അങ്ങയുടെ അനുഗ്രഹമാണെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് ഞങ്ങളങ്ങെ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ. സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ദിവ്യകാരണീശോയെ, അങ്ങ് ദാനമായി നൽകിയതാണ് ഞങ്ങൾക്കുള്ളതല്ല, ഞങ്ങൾക്കുള്ളവരില്ല. ഞങ്ങൾ ഇതായിരിക്കുന്നുവോ അത് അങ്ങയുടെ കൃപയാലാണ് കർത്താവേ. എന്നാൽ ഞങ്ങളുടെ കുടുംബത്തില്, ഞങ്ങളുടെ പാരമ്പര്യത്തിൽ വന്നുപോയ അഹങ്കാരം, ഞാനെന്ന ഭാവത്തില് ഈശോയെ അങ്ങയെ പോലും മറന്ന് അഹങ്കരിച്ച് സ്വയം കഴിവില് അഭിമാനിച്ച് അങ്ങയെ മറന്ന് ഉദാശയില്ലാതെ, പ്രാർത്ഥനയില്ലാതെ, കുടുംബത്തില് ഒരു വിധേയത്വമില്ലാതെ പലപ്പോഴും ജീവിച്ചു പോയ ഞങ്ങളുടെ ജീവിതങ്ങളെ ഓർത്ത്
ഞങ്ങളുടെ കുടുംബത്തിന്റെ ഓരോ മക്കളെയും ഓർത്ത്, മരിച്ചു പോയവരെല്ലാം ഓർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഈശോയെ, അഹങ്കാരമാണല്ലോ നാശത്തിന്റെ ചവിട്ടുപടി, ആദ്യത്തെ പടി. അഹങ്കാരം തുടങ്ങിയാൽ നാശത്തിന്റെ ആരംഭമായി. കർത്താവേ, അങ്ങനെ നശിച്ചു പോയ അവസ്ഥകൾ ഞങ്ങളുടെയൊക്കെ കുടുംബത്തിലും പാരമ്പര്യത്തിലും കടന്നു വന്നിട്ടുണ്ട്. ഈശോയെ, അഹങ്കാരത്തിലൂടെ അങ്ങയെ മറന്ന്, അങ്ങയുടെ ചിന്തയില്ലാതെ സ്വയം അഹങ്കരിച്ച്, ഞാനെന്ന ഭാവത്തില്, എന്റെ നിന്ന ശാഠ്യത്തില് കുടുംബത്തിൽ ഉണ്ടാക്കി വെച്ച ഒത്തിരിയേറെ പ്രശ്നങ്ങള്, കലഹങ്ങള്, വാശി, വഴക്ക്, അതിന്റെ പേരിലുള്ള പല പല കേസുകള്, കർത്താവേ, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകള് എല്ലാം ഓർത്ത് അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. അങ്ങ് നൽകിയ സമ്പത്ത്, അങ്ങ് തന്ന കഴിവ്, അങ്ങ് തന്ന ആരോഗ്യം, അങ്ങ് തന്ന എല്ലാം, കർത്താവേ, അങ്ങ് തന്നതായിട്ടല്ലാത്ത ഒന്നുമില്ല. അങ്ങാണ് എല്ലാം തന്നത്. അത് ഞങ്ങളുടെ നിന്ന് കഴുകി ഞങ്ങളുടെ കുടുംബം ചെയ്തു പോയ എല്ലാ പാപങ്ങളും ഓർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിച്ചുകൊണ്ട് അങ്ങയുടെ വലിയ കരുണയിലേക്ക് ഏറ്റവും എളിമയോടെ, ഏറ്റവും നന്ദിയോടെ, ഏറ്റവും സ്നേഹത്തോടെ സ്വയം ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അങ്ങയുടെ അവകാശമായ, അങ്ങയുടെ സ്വന്തമായ ഞങ്ങളുടെ കുടുംബവിട്ടത്തെ, ഞങ്ങളുടെ സമ്പത്ത്, കഴിവ്, ആരോഗ്യം, പ്രിയപ്പെട്ടവർ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വലിയ കരുണയ്ക്കായി ഞങ്ങൾ യാചിക്കുന്നു. കരുണ തോന്നണേ, എന്നിൽ അലിവ് തോന്നണേ, പാപിയാണിവർ നാഥ, പാപിയാണിവർ. കർത്താവേ, എളിമയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളും ഞങ്ങളുടെ മക്കളും അങ്ങയുടെ ദാനമാണെന്നുള്ള തിരിച്ചറിവോടെ എല്ലാം സമർപ്പിച്ച് ജീവിക്കാൻ ഇടയാകട്ടെ. കർത്താവേ, അങ്ങനെ ജീവിക്കുമ്പോൾ ഞങ്ങൾ എളിമയിലും സ്നേഹത്തിലും പ്രതിനന്ദിയിലും വലിയ വിശുദ്ധിയിലും ഒക്കെ ജീവിക്കും. കർത്താവേ, വലിയ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കും. അങ്ങയുടെ ദാനത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് ജീവിക്കും. അതില്ലാത്ത അവസ്ഥയിൽ നിന്ന് അനുസരണക്കേടും വഴക്കും ഭിന്നതയും വാശിയും വൈരാഗ്യവും പ്രതികാരചിന്തയും പല പല പോലീസ് കേസുകളും പല പല ഭിന്നതകളും കൊണ്ടൊക്കെ ഞങ്ങളുടെ കുടുംബത്തില് തകർച്ചകളും കടങ്ങളും അതിലൂടെ പിശാചിന് അവകാശവും ആധിപത്യവും ഒക്കെ കിട്ടിയിട്ടുണ്ട്. കർത്താവേ, അഹങ്കാരമാണല്ലോ വീണു പോകാൻ മാലാഖയ്ക്കിടയായത്. കർത്താവേ, അഹങ്കാരത്തിന്റെ വീഴ്ച ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് എടുത്തു മാറ്റി അതിന്റെ കടങ്ങളും ശാപങ്ങളും പിശാചിന് ലഭിച്ച അധികാരികളും ആധിപത്യങ്ങളും അവകാശങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തെ, തലമുറയെ അങ്ങ് വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ വലിയ കരുണയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എളിമ എന്ന പരമ പുണ്യം തരണമിന്നന്മേ നിന്റെ ചെറിയ മക്കൾക്ക്, നിന്റെ ചെറിയ മക്കൾക്ക്, നിന്റെ ചെറിയ മക്കൾക്ക്. ഈശോയെ, എളിമ നൽകണമേ ഞങ്ങൾക്ക്. കർത്താവേ, അതോടൊപ്പം തന്നെ അഹങ്കാരവുമായിട്ട് ബന്ധപ്പെട്ട കോപം എന്ന മൂലപാപത്തിന്റെ മേഖലകൾ കുടുംബത്തെ കോപം, കോപത്തിന്റെ ദുരാത്മാവ് അനേക കുടുംബങ്ങളെ തകർത്തു, ബന്ധങ്ങളെ തകർത്തു. അപ്പോൾ പറഞ്ഞ വാക്കുകള്, പറഞ്ഞ ശാപവാക്കുകള്, പ്രാകലുകള്, നശീകരണത്തിന്റെ പ്രവൃത്തികള് വലിച്ചെറിഞ്ഞ് തല്ലിപ്പൊളിച്ച് കർത്താവേ, എത്രയോ ബന്ധങ്ങൾ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. കോപത്തിലൂടെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്ന തകർച്ചകള്, കടബാധ്യതകള്, ചില ശാപങ്ങള്, പൈശാചിക ബന്ധനങ്ങള്, അന്ധകാര ശക്തികള്, ഈശോയെ എല്ലാം എടുത്തു മാറ്റിക്കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ പാരമ്പര്യത്തെ, ഞങ്ങളുടെ തലമുറയെ യേശുവെ പരിശുദ്ധമായ സ്നേഹത്തിലും ഐക്യത്തിലും ഒരുമിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കോപത്തിലൂടെ വന്നുപോയ വീഴ്ചകള്, അതുമായിട്ട് ബന്ധപ്പെട്ട കടങ്ങള്, സാത്താന് ലഭിച്ച ആധിപത്യങ്ങള്, അധികാരികള് എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് കർത്താവേ, ഈ രണ്ട് മേഖലകളിലൂടെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നിട്ടുള്ള പൈശാചിക ശക്തികളെ, അന്ധകാര ശക്തികളെ യേശുനാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കർത്താവിന് കുരിശിൻ ചുവട്ടിൽ സമർപ്പിച്ചുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ആധിപത്യ അധികാര ശക്തികളെയും കടബാധ്യതകളെയും ഏറ്റെടുത്തുകൊണ്ട് കർത്താവ് ഞങ്ങളുടെ കുടുംബത്തെ അങ്ങ് വീണ്ടെടുക്കണമേ, മോചിപ്പിക്കണമേ, സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ, എളിമ കൊണ്ട് നിറയ്ക്കണമേ, ഐക്യത്തിൽ വീണ്ടും ഒരുമിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ തടസ്സങ്ങളെയും ബന്ധിച്ച് ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ബന്ധനമെല്ലാം അഴിയട്ടെ, കെട്ടുകളെല്ലാം പൊട്ടട്ടെ, യേശുവിന്റെ തിരുരക്തത്താൽ സാത്താൻ കോട്ടകൾ തകരട്ടെ. ബന്ധനമെല്ലാം അഴിയട്ടെ,
കെട്ടുകളെല്ലാം പൊട്ടട്ടെ. യേശുവിന്റെ തിരുരക്തത്താൽ സാത്താൻ കോട്ടകൾ തകരട്ടെ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് സാത്താന്റെ കോട്ടകൾ, ആധിപത്യങ്ങൾ അവസാനിക്കട്ടെ. കർത്താവേ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട ആത്മാക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വലിയ അഹങ്കാരത്തിലും കോപത്തിലും ഒക്കെ ജീവിച്ചു മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേൽ കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും, ഈ അവസ്ഥയിൽ ശുദ്ധീകരണ സ്ഥലത്ത് ശുദ്ധീകരണത്തിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേൽ, ആത്മാക്കളുടെ മേൽ ഇങ്ങനെ വലിയ കരുണ ചൊരിഞ്ഞ് രക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ച് വലിയുടെ യോഗ്യതയാൽ പവിത്രീകരിച്ച് രക്ഷയിലേക്കും സ്വർഗ സൗഭാഗ്യത്തിലേക്കും ആനയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിന്റെ വില തീരാത്ത തിരിച്ചോരയെ കുറിച്ച് മരിച്ച വിശ്വാസികളുടെ മേൽ കരുണയുണ്ടായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരക അഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ചും അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗരാജ്യത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമ്മുടെ കുടുംബത്തിന്റെ മേലുള്ള അഹങ്കാരത്തിന്റെയും കോപത്തിന്റെയും അരൂപികളെ ഏറ്റെടുത്തുകൊണ്ട്, എടുത്തു മാറ്റിക്കൊണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട കടങ്ങളെ വീട്ടി ഞങ്ങളുടെ കുടുംബത്തെ സ്നേഹത്തിലും ഐക്യത്തിലും എളിമയിലും കർത്താവേ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും, ഇതുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ കുടുംബത്തിന്റെ എല്ലാ മേഖലകൾക്കും വേണ്ടി വ്യക്തിപരമായി പ്രാർത്ഥിച്ചുകൊണ്ടും, ദിവ്യാനീശോയുടെ ആശീർവാദത്തിന് വേണ്ടി നമ്മുടെ കുടുംബത്തെയും ജീവിതത്തെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് നിശബ്ദമായി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ, ചിന്തണമേ ദിവ്യവരങ്ങൾ, ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.